ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഉച്ച മുതലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് പറയണേ കാച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേന് നമുക്ക് കളക്കണം, എന്നിട്ട് നിങ്ങൾക്കും കഴിക്കാമല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാളെ പോവുകയാണ്. ഇത് ഞാൻ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ശനിയാഴ്ച ചിക്കനും കൊടുന്നീന് കേട്ടോ. അപ്പോൾ എന്നാൽ ചിക്കനും അതേപോലെ തന്നെ കാച്ചിലും ഉണ്ടാക്കാൻ കരുതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കിളച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കാച്ചിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വിധം കാച്ചിലുണ്ട്. ഒന്ന് നീലക്കാച്ചിൽ എന്നും പറയും, പിന്നെ ഒന്ന് മൂച്ചിക്കാച്ചിൽ എന്നാണ് കേട്ടോ പറയുക. അത് വെള്ള കളറേക്കാരം കേട്ടോ, മറ്റേ നീല കളറേക്കാരം. അപ്പോൾ എല്ലാതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചളിയൊക്കെ കളഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന് മോളെ ഉറക്കാൻ പോയിട്ടോ. അപ്പോൾ ഓളെ ഉറക്കിയിട്ട് അതിന്മേൽ പണിയെടുക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉറക്കാനൊക്കെ പോയപ്പോൾ നമ്മളെ മോളൂസ് ജസ്റ്റ് ഒന്ന് വീണ് കൈമേ ജസ്റ്റ് ഒന്ന് മുറിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അത് കൈ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ കരച്ചിൽ മാറാൻ വേണ്ടി ഇന്നലെ ഇപ്പോൾ കൊടുന്ന പൈനാപ്പിളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെത്തി കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേവരെ കരയേന് കേട്ടോ. അപ്പോൾ കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാച്ചിലും ഉണ്ടാക്കിയെടുക്കാൻ കരുതിട്ടോ. അപ്പോൾ ഇതൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കഴിക്കാം, ചായയും കൂട്ടിങ്ങാണ്ട്. അങ്ങനെ ഒരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിമത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുളിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആദ്യം തന്നെ കഴുകി വെക്കാൻ വേണ്ടി വലിയ വലിയ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിങ്ങാണ്ട് അത് വെള്ളം ചോരാൻ വേണ്ടി വെക്കട്ടോ. അപ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള സവാളയും അതേപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും വേണം. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ 2-3 പ്രാവശ്യം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ട് സവാളയും അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കാൻ കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ മോളൂസ് ഉണ്ട് കേട്ടോ, എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അവൾക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിരിക്കണതും അങ്ങനെ ഒപ്പം ചെയ്തു തരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓളെ കൊണ്ട് ചെയ്യിപ്പിച്ചാനൊന്നും ആയിട്ടില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഓളോട് പറഞ്ഞാലൊന്നും കേൾക്കില്ല കേട്ടോ. എന്നാലും വരും കേട്ടോ അടുപ്പത്തേക്ക്. പൊയ്ക്കോ, തീയാവും, എണ്ണ തെറിക്കും എന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓളൊപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിന്നാലെ കൂടിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് തക്കാളിയും പച്ചമുളകും ഒന്നും അരിയണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. സവാളയൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി എടുത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ഏകദേശം ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. എല്ലാവർക്കും അറിയണമെന്നല്ലേ. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ട് ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതും ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വാട്ടിയെടുത്തുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് കൊടുത്തുകൊണ്ട് അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ കാച്ചിൽ നന്നായിട്ട് കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് തന്നെ കഴുകാൻ കരുതി കേട്ടോ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിക്കണം കേട്ടോ. എന്നിട്ടാണ് കേട്ടോ മണ്ണും കാര്യങ്ങളൊക്കെ ശരിക്കും പോയി കിട്ടിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കണം. ചെത്തി എടുത്ത് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. എന്നിട്ടും ഞാൻ വീണ്ടും കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചളിയൊക്കെ പോയി കിട്ടാൻ വേണ്ടി. അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല കേട്ടോ അങ്ങനെ കഴുത്തുണ്ടാവുന്നത്, കുറേ പ്രാവശ്യം ഉണ്ട് കേട്ടോ.
ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും. തൊടു കൂടെ ഒക്കെ ഓരോ സാധനം ഉണ്ടാക്കും കേട്ടോ. സ്ഥലമൊന്നും അധികമൊന്നും ഇല്ല, എന്നാലും ഇല്ല സ്ഥലത്തൊക്കെ ഇപ്പാൻ്റെ ആഗ്രഹത്തിനുള്ളതൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഈ ഒരു നീലക്കാച്ചിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് നന്നായിട്ട് വേവിച്ചങ്ങാണ്ട് കുത്തി ഉടച്ച് അതിക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഇതേപോലെ ഒഴിച്ച് കഴിക്കണതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടോ. ഞാൻ ഒറ്റ വിസിലടിച്ച് ഓഫാക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഗ്യാസ് അടുപ്പുമ്മേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുക്കറൊക്കെ വാങ്ങി വെച്ചങ്ങാണ്ട് ഞാൻ പിന്നെ നേരെ കുളിക്കാനാണ് കേട്ടോ പോയത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിക്കണത്. അപ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.